പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനം: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോയെ, സർവശക്തനായ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും പ്രയത്നങ്ങളെയും എല്ലാം ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ പ്രവാചകൻ വഴി അങ്ങയെക്കുറിച്ച് അരുളി ചെയ്യപ്പെട്ടത് ഇപ്രകാരമാണല്ലോ: ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അങ്ങ് അയക്കണം. മാമോദീസായിലൂടെ ഞങ്ങൾ സ്വീകരിച്ച, പൗരോഹിത്യത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ അങ്ങ് ജ്വലിപ്പിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ പാപാവസ്ഥ മൂലം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പലപ്പോഴും നിർവീര്യമാക്കുകയാണ്. ഈശോയെ, ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ അങ്ങ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ല. അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് കർത്താവേ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ 10 കുഷ്ഠരോഗികളോടും ഒന്നും ചോദിക്കാതെ നിരുപാധികം ദൈവകൃപ അവരിലേക്ക് ഈശോ ഒഴുക്കുകയാണ്. പോകും വഴി, വിശ്വാസത്തോടെ പോകും വഴി അവർ സുഖം പ്രാപിച്ചു എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ അതിലൊരുവൻ മാത്രം തിരിച്ചു വന്ന് അത് കർത്താവാണ് എന്നെ സുഖപ്പെടുത്തി എന്നുള്ള ബോധ്യത്തിൽ യേശുവിൻ്റെ മുൻപിൽ വന്ന് കാൽക്കൽ വീണ്
നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം നമുക്ക് ഒത്തിരിയേറെ കൃപകൾ തരുന്നു. പക്ഷേ ദൈവത്തോട് തിരിച്ചു ചെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ കുർബാനയിൽ വന്ന് പ്രാർത്ഥിക്കാൻ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ എങ്ങനെയാണ് പരിശ്രമിക്കുന്നത്? പലപ്പോഴും ദൈവം തരുന്ന പല കൃപകളും നമ്മുടെ കഴിവുകളാണെന്ന തെറ്റിദ്ധാരണയിൽ ദൈവത്തെ നമ്മൾ പലപ്പോഴും വിസ്മരിക്കാറല്ലേ പതിവ്? ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധമായ കാരുണ്യത്തെയും നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഇന്നോളം അങ്ങ് ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഓർത്ത് ആത്മാർത്ഥതയോടെ നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ സ്നേഹമാണ് അങ്ങ് ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത്. ഈശോ അവരോട് പറയുന്നുണ്ടല്ലോ, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം, നിന്റെ കൃതജ്ഞത, നിന്റെ തിരിച്ചു വന്നിട്ടുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തൽ, അതെല്ലാം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതൊരു പ്രാർത്ഥനയായി ദൈവത്തിൻ്റെ തിരുമുൻപിലേക്ക് ഉയർത്തപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയങ്ങളില്ലേ? വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നത്, 2 ആഴ്ച കൂടുമ്പോൾ ഒരുങ്ങി പരിശുദ്ധ കുമ്പസാരത്തിലൂടെ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നത്, ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ദൈവം കാണുന്നു, അതെല്ലാം ദൈവം വിലവെക്കുന്നുണ്ട്, അതിനെല്ലാം ദൈവം പ്രത്യുത്തരം തരുന്നുണ്ട്. ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഇത്രമാത്രം കൃപകൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുമ്പോൾ ഈശോയെ, നന്ദിയല്ലാതെ മറ്റെന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? ഈശോയെ, കുഞ്ഞുനാൾ ജനനം മുതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ നിമിഷം മുതൽ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് എത്രയോ നന്മകളാണ് ചൊരിഞ്ഞിട്ടുള്ളത്. ഒത്തിരി അനുഗ്രഹിച്ചു, ഒത്തിരി നന്മകൾ നൽകി. ചില സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും, ഒറ്റപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും, തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിലൂടെയും അങ്ങ് ഞങ്ങളെ വളർത്തുന്നുണ്ടല്ലോ, അതിലൂടെയും അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് പുതിയ പാഠങ്ങൾ നൽകി അതിലൂടെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഈശോയെ, നന്ദി. ജീവിതത്തിൻ്റെ ഓരോ വഴികളിലൂടെ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി. ഈശോ, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, എത്ര മഹത്വപ്പെടുത്തിയാലും തീരില്ല. ഈശോ, എത്ര നന്ദി പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും അതൊന്നും പകരമാവുകയില്ല. അങ്ങയുടെ തിരുമുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ വചനം കേട്ട് അങ്ങയെ സ്നേഹിക്കുക മാത്രമല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ, പരിശുദ്ധമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ അത്രയധികമായി ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനം, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. 37-ാം തിരുവചനം, എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവർ എൻ്റെ അടുക്കലേക്ക് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയും. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തെ ഓർത്ത് അങ്ങയുടെ പരിശുദ്ധമായ സന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ ചേർന്ന് നിൽക്കുന്നു. വലിയൊരു വിശുദ്ധീകരണം ഞങ്ങൾക്ക് നൽകണമേ, വലിയൊരു കാരുണ്യം ഞങ്ങളുടെ മേലങ്ങ് ചൊരിയണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 32-ാം തിരുവചനം, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയും.
ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില നിയോഗങ്ങളുമായി അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ, ആ നിയോഗങ്ങളെല്ലാം അങ്ങ് തിരിച്ചറിയുന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. 33-ാം തിരുവചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈശോയെ, ഞങ്ങളുടെ കരുണയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ ആകുലതകളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങളെ, ഞങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഇടങ്ങളെ, ഭവനങ്ങളെ, കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ സ്ഥലത്തെ 4 അതിരുകളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുമുൻപിലേക്ക് അവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ അവർക്കെതിരെ വരുന്ന, അവരെ സ്വാധീനിക്കുന്ന, അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന, തളർത്തുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും, എല്ലാ അന്ധകാര ശക്തികളെയും, കെട്ടുകളെയും, ബന്ധനങ്ങളെയും, മദ്യാസക്തിയുടെ, ജഡികാസക്തിയുടെ ദുരാത്മാക്കളെയും, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, ക്ഷുദ്രവിദ്യയുടെ, കൈവിഷത്തിൻ്റെ ദുരാത്മാക്കളെയും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, നിത്യകന്യകയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, മധ്യസ്ഥതയിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിൻ്റെ കീഴിലേക്ക് ആട്ടിപ്പായിക്കുന്നു. നിത്യനരകത്തിലേക്ക് അവ വിട്ടുപോകട്ടെ. ഈശോയെ, തിരുരക്തത്താൽ ഓരോ മക്കളെയും ജീവിതങ്ങളെയും നിയോഗങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടട്ടെ, എല്ലാ തിന്മകളും നിർവീര്യമാകട്ടെ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ആബാപിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ പരിശുദ്ധമായ കാരുണ്യത്തിലേക്ക്, അനുഗ്രഹത്തിനായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ നിൻ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.